ഹായ് ആമീസ്, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എൻ്റെ മൈൻഡ് ഇപ്പോൾ ഒട്ടും ഓക്കെ അല്ല. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം വീഡിയോ ഇടാൻ വൈകിയത്. എനിക്ക് ഒരു 1 വീക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാനത് കുറച്ച് മാറ്റാനൊക്കെ നോക്കി, എന്നിട്ട് പഴയ പോലെ നിൽക്കാനൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നില്ല. എനിക്കിപ്പോൾ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല. ഐ എം നോട്ട് ഓക്കെ റൈറ്റ് നൗ. സോ എന്നിട്ടും വീഡിയോ ഇടണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വന്നതാണ്. സോ ഈ എഡിറ്റിംഗ് അത്ര ശരിയായിട്ടില്ല. ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് വിടുവാണ്. എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈ ആയിട്ടുള്ള എഡിറ്റിംഗ് അല്ല ഇത്. സോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, വീഡിയോയിലേക്ക് പോവാം. നീ ഇതെന്തൊക്കെയാ മകനെ പറയുന്നത്? മിത്രയുടെ വിവാഹം കഴിഞ്ഞെന്നോ? എങ്ങനെ? എപ്പോ? എവിടെ വെച്ച്? ഒരു വിവാഹമാകുമ്പോ നാട്ടുകാരെയും വീട്ടുകാരെയും ക്ഷണിച്ചിട്ട് മാത്രമേ കോയിലത്തുള്ളവർ ആ മംഗളകർമ്മം നടത്തുക പോലും ചെയ്യുകയുള്ളൂ. പിന്നെ എങ്ങനെയായത്? അസംഭവ്യം. നിനക്ക് തെറ്റുപറ്റിയതായിരിക്കും പുത്ര. ഭൈരവൻ വികർണനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛാ, ഞാൻ തേജയല്ല, വികർണനാ. അതെപ്പോഴും ഓർമ്മയിലുണ്ടാവണം. പിന്നെ ഞാനിപ്പോ പറഞ്ഞ സത്യവാ. മിത്രയുടെ വിവാഹം കഴിഞ്ഞു. മറ്റാരുമല്ല അവളെ താലി ചാർത്തിയത്. രുദ്രനാ, രുദ്രദേവ്. അവന്റെ വെളിപ്പെടുത്തൽ ഭൈരവൻ വീണ്ടും ഞെട്ടി. ഇനി അത് എങ്ങനെയാണെന്ന് കൂടി അച്ഛൻ അറിയണ്ടേ? അച്ഛൻ തേജയുടെ കയ്യിൽ മിത്രയുടെ കഴുത്തിലണിയാൻ കൊടുത്ത ആ താലി, അത് തന്നെയാ അവൻ അവൾ അണിയിച്ചത്. പക്ഷേ അതിനു മുന്നേ നമ്മുടെ പൊന്നുമോൻ തേജയെ കൊന്നതിന് ശേഷം മാത്രമാ അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയെന്നും മാത്രം. ഭൈരവന് ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി. കാരണം വികർണം പറയുന്ന ഓരോ വാക്കുകളും അയാളുടെ നെഞ്ചിലേക്കാണ് തുളഞ്ഞു കയറിയത്. താൻ ഇതുവരെ കണ്ട സ്വപ്നങ്ങൾ, ആ നവരത്നം പതിച്ച കിരീടം സ്വന്തമാക്കാനുള്ള ആഗ്രഹം, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളുടെ പഴക്കമുണ്ടതിന്. സംയമനം പാലിച്ചുകൊണ്ട് ഭൈരവൻ വികർണനോട് ചോദിച്ചു. പുത്ര, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഭൈരവന്റെ ചോദ്യത്തിൽ വികർണൻ മുത്തശ്ശൻ അവനോട് പറഞ്ഞു. പിന്നീട് അവൻ സുദേവനോട് തന്ത്രപൂർവ്വം ചോദിച്ചറിയുന്നതുമായ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അത്രയും നേരം വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിലിരുന്ന ഭൈരവന്റെ മുഖമൊന്ന് തിളങ്ങി. എന്താച്ചാ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അച്ഛനൊരു വിഷമില്ലാത്ത ആ കിരീടം നമുക്ക് കൈവിട്ടു പോയില്ലേ? അവൻ അല്പ അസ്വസ്ഥതയോടെ ഭൈരവനോട് ചോദിച്ചു. ഇല്ല മകനെ, അങ്ങനെ സംഭവിക്കില്ല. നീ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുത്ത് നോക്ക്. രുദ്രൻ മിത്രയുടെ കഴുത്തിൽ താലി ചാർത്തിയിട്ടേയുള്ളൂ. അവർ തമ്മിൽ ശാരീരികമായി യാതൊരു ബന്ധവുമില്ല. അതിനർത്ഥം അത് പേരിനൊരു താലി. അതുകൊണ്ട് തന്നെ അവൾ രുദ്രന്റെ പൂർണ്ണമായ ഭാര്യയായി മാറിയിട്ടില്ല. ഇനി നമ്മുടെ മുന്നിലുള്ള ഏക തടസ്സം ആ വിവാഹമാണ്. അതൊരിക്കലും നടക്കരുത്. നടന്നാൽ അവർ തീർച്ചയായിട്ടും ഒന്നിക്കും. അതോടുകൂടി നമ്മുടെ സ്വപ്നങ്ങളെല്ലാം വീണ്ടും പാഴ്മോഹങ്ങളായി മാറിപ്പോവും. അതെ, ശരിയാണ്. മിത്ര ഇപ്പോഴും കന്യക തന്നെയാണ്. അതോർത്തതും അവന്റെ മുഖമൊന്ന് വിടർന്നു. മിത്രയുടെ ആകാരവടിവ് ഓർമ്മയിലേക്ക് വന്നതും അവൻ തന്റെ ചുണ്ടുകളൊന്ന് നനച്ചുകൊണ്ട് കണ്ണുകളടച്ച് മിത്രയെ മനസ്സിലൊന്ന് ഓർത്തു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഭൈരവൻ ചോദിച്ചു. അല്ലച്ച, ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് കരുതരുത്. മിത്രയുടെ കഴുത്തിൽ രുദ്രൻ താലി ചാർത്തിയല്ലോ. അതുകൊണ്ട് നമുക്ക് കിരീടം കിട്ടാതിരിക്കുക. കാരണം അവനല്ലേ ഇപ്പൊ അവളുടെ ഭർത്താവ്. അത് നീ പറഞ്ഞ ശരിയാ പുത്ര. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. പൂർണ്ണമായി ശാരീരികമായും മാനസികമായും ഇരുവരും ഒന്നിക്കണം. എങ്കിൽ മാത്രമേ ആ നിലവറയിലേക്ക് കടക്കാൻ കൂടി സാധിക്കുകയുള്ളൂ. അവള് നിന്റേതായി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ആമാദിക്കേണ്ട. കൃഷ്ണപുരത്തെ ആ രാകേഷ് എന്ന് പറയുന്ന പയ്യന്റെ സഹായത്തോടെ നമുക്ക് നിലവറക്കുള്ളിൽ കയറാൻ സാധിക്കും. ഭൈരവൻ അല്പം ഗൗരവത്തിൽ വികർണനോട് പറഞ്ഞതും വികർണന്റെ കണ്ണുകളും തിളങ്ങി. എന്തായാലും നീ ഏതു വിധേനയും ഈ വിവാഹം മുടക്കാനുള്ള വഴികൾ നോക്ക്. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഏക തടസ്സം അത് മാത്രമാ. ഭൈരവൻ വികർണനോട് പറഞ്ഞു. ഒരു വിവാഹമല്ല, 2 എണ്ണ. ഏതായാലും എനിക്ക് രുദ്രന്റെ വിവാഹം മാത്രമേ മുടക്കേണ്ടതുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനോടൊപ്പം തന്നെ സൂരജിന്റെ വിവാഹവും മുടങ്ങിപ്പോവും. പാവം സൂരജ്, രുദ്രൻ കാരണം അവന്റെ വിവാഹം മുടങ്ങിയാണ്. അതും പറഞ്ഞ് വികർണൻ സൂരജിനെ മനസ്സിലോർത്ത് കളിയാക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു. സൂരജ് അതാരാണ്? ഭൈരവൻ വികർണൻ പറഞ്ഞ മനസ്സിലാകാൻ നെറ്റി വിളിച്ചുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതച്ഛൻ അറിയില്ലേ? ഈ രുദ്രന്റെ അച്ഛൻ മഹാദേവന്റെ 2ാമത്തെ അനുജനാ
രാജശേഖരൻ, ഭാര്യ ലളിതകുമാരി, അവരുടെ മകനാ ഈ പറഞ്ഞ സൂരജ്. പിന്നെ മിത്ര, അവൾ ആദ്യം നമ്മുടെ കണ്ണുവെട്ടിച്ച് സൂരജിന്റെ ഒപ്പമായിരുന്നു. അവന്റെ ചത്തുപോയ അനിയത്തിക്ക് പകരം ഇവൻ അവളെ ദത്തെടുത്തായിരുന്നു പോലും. പിന്നീട് തറവാട്ടിലെന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സൂരജ് തന്നെ മിത്ര കൃഷ്ണപുരം കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടിയാണെന്നുള്ള കാര്യം അവിടെയുള്ളവരോട് പറഞ്ഞു. അവളെ ഇവൻ ദത്തെടുക്കാൻ കാരണം ഈ സൂരജിന്റെ അനിയത്തി ചെറുതിലെ കൊല്ലപ്പെട്ടു പോയതാ. അനിയത്തി മാത്രമല്ല കേട്ടോ, സൂരജിന്റെ അച്ഛനും അമ്മയും. പിന്നെ ആയുസിന്റെ ബലം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അവർക്ക് പകരം മറ്റാരോണെന്ന ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടത്. ഇതൊക്കെ നായിൻ്റെ മകൻ സുധേവൻ പറഞ്ഞിട്ടുള്ള അറിവാ. പിന്നെ ഇടയ്ക്ക് അവിടുത്തെ തമ്പുരാൻ എന്ന് പറയുന്ന കിളവനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വികർണനൊന്ന് പുച്ഛിച്ചുകൊണ്ട് ഭൈരവനോട് പറഞ്ഞു. പിന്നെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും വലിയ കാര്യമൊക്കെ എടുത്തില്ല. അത്രയും പറഞ്ഞ് വികർണൻ മുമ്പോട്ടേക്ക് നോക്കിയതും കണ്ടു. ഭൈരവൻ ശ്വാസമെടുക്കാൻ പോലും മറന്ന് വിയർത്ത് കുളിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നു. അച്ഛൻ്റെ മുഖത്തെ പതർച്ച കണ്ടതും അവനാകെ വല്ലാതെയായി. കാരണം ആദ്യമായിട്ടാണ് അയാളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വികർണൻ കാണുന്നത്. അച്ഛാ, അച്ഛാ! ഭൈരവനെ തട്ടിക്കൊണ്ട് വികർണൻ വിളിച്ചു. എന്താ മോനെ? അതിന് ഞാൻ ചോദിക്കുന്നത്, എന്തു പറ്റി? എന്താ അച്ഛൻ്റെ ശരീരത്തിന് ആകെ ഒരു മാറ്റം, മുഖത്തൊരു പതർച്ച? ഇതുവരെ അച്ഛൻ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ, പെട്ടെന്ന് ഇപ്പൊ എന്തു പറ്റി? നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ആ സൂരജ് എന്ന് പറയുന്ന അച്ഛന്റെ അമ്മയുടെയും? അവൻ ചോദിച്ചതിന് മറുപടി നൽകാതെ ഭൈരവൻ അവനോട് ചോദിച്ചു. അവന് ആ രാജശേഖരൻ ലളിതകുമാരി. ലളിതകുമാരി? എന്റെ ലളിത! ഒരു നിമിഷം ഭ്രാന്തനെ പോലെ ദേഷ്യത്തോടെ അലറുന്ന ഭൈരവനെ കണ്ട് വികർണം പോലും ഞെട്ടിപ്പോയി. കാരണം അയാളിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം അവൻ പോലും അപ്പോൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അച്ഛാ, അച്ഛാ, എന്താ പറ്റിയത്? എന്നോട് പറ. ദേഷ്യം കൊണ്ട് വികർണനും ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. തൻ്റെ അച്ഛൻ ഇങ്ങനൊരു അവസ്ഥയിൽ ആദ്യമായിട്ടാണ് അവൻ കാണുന്നത്. അതിൻ്റെ ഒരു അമ്പരപ്പ് അവൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു. വികർണ, നീ അല്പസമയം പുറത്തിരിക്കുക, എനിക്കൊന്ന് തനിച്ചിരിക്കണം. അച്ഛാ, അത്... അവനെന്തോ പറയാൻ വന്നു. വീണ്ടും ഭൈരവന്റെ ശബ്ദം ഉയർന്നു. പോവാനാ പറഞ്ഞ്. എന്തുകൊണ്ടോ പിന്നീട് ഭൈരവനോട് സംസാരിക്കാൻ വികർണനും തോന്നിയില്ല. അവൻ കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എങ്ങനെ ഇത് സംഭവിച്ചു? ലളിത, എന്റെ ലളിത! ഭൈരവനെ ചതിച്ചവരാരും ജീവിച്ചിരിക്കാൻ ഈ ഞാൻ അനുവദിക്കില്ല. എന്നെ ചതിച്ചവരുടെ അന്ത്യം കണ്ടിട്ടേ ഈ ഞാൻ അടങ്ങിയുള്ളൂ. വീടില്ല ഞാൻ! കാറിൽ നിന്ന് അഭി ഇറങ്ങുന്ന കണ്ടു നന്ദന ഓടി വന്ന് അവനെ ഇറുകെ കെട്ടിപ്പോണെന്നു. ഏട്ടാ, എന്താണ് നന്ദൂട്ടി? വലിയ സന്തോഷത്തിലാണല്ലോ. അഭി തന്റെ അനിയത്തിയായ നന്ദുവിന്റെ കവിളിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ അച്ഛനൊന്നും പറയില്ല ഏട്ടനോട്? അതൊന്നും പറയാത്ത നല്ല. എൻ്റെ ഫോണും സിമ്മൊക്കെ കഴിഞ്ഞ ആഴ്ച നഷ്ടപ്പെട്ടു പോയി. പിന്നെ പുതിയ സിമ്മൊക്കെ വാങ്ങാൻ ഞാൻ മുതിർന്നില്ല. അവിടെ ഓഫീസിലാണെങ്കിൽ ഒരുപാട് തിരക്കും. എങ്ങനെയെങ്കിലും എല്ലാം കഴിഞ്ഞോ നാട്ടിൽ തിരിച്ചെത്താൻ മതി എന്നായി. അതുകൊണ്ട് ആരെയും വിളിച്ചില്ല. അച്ഛനോട് ലാൻഡ് ലൈനിൽ 2 വാക്ക് പറഞ്ഞ് വെച്ചിരുന്നു. അന്ന് അവസാനമായിട്ട് വെച്ചപ്പോൾ അപ്പച്ചി ഒരു പ്രപ്പോസൽ മുന്നോട്ട് ചേരാൻ അച്ഛൻ പറഞ്ഞിരുന്നു. അല്ല, എന്താ ആ കാര്യം? അതൊക്കെ പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഏട്ടൊന്ന് വന്ന കാലിങ്ങനെ നിൽക്കാതെ. അബിയുടെ കൈ പിടിച്ച് നന്ദനകത്തേക്ക് കയറുമ്പോൾ കണ്ടു മിത്ര ഒരോരത്തായി മാറി നിൽക്കുന്നു. അവളെ കണ്ടതും അബിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. അബി മിത്രയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതും മിത്രയെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്തുകൊണ്ടോ മിത്രയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവൾ അവിടെ നിന്നും വേഗം നടന്നകന്നു. അബിയെ കാണുമ്പോൾ, അവൻ്റെ കണ്ണുകളുടെ തിളക്കം കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് പണ്ടും ഇന്നും. ഈ സമയം മിത്ര നടന്നകന്നു പോകുന്ന തിളങ്ങുന്ന കണ്ണുകളോടെ അബി നോക്കി നിൽക്കുകയായിരുന്നു. അബിമൊത്ത് മുറിയിലേക്ക് വരുമ്പോഴെല്ലാം നന്ദന വാത്തോരാതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ നന്ദു, അവനിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. നീ ഒന്ന് അവന് ശ്വാസം വിടാനുള്ള സമയം കൊടുക്ക്. നന്ദനയുടെ അമ്മ രത്നം അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ മോനെ കണ്ടപ്പോൾ മോളെ വേണ്ട. നന്ദന രത്നത്തൊന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതേടി, അത് തന്നെയാ ശരി. എത്രയായി ഞാൻ എൻ്റെ കുട്ടിയൊന്ന് കണ്ടിട്ട്? ഇവിടുന്ന് പോയിട്ട് തന്നെ എത്ര മാസമായി? രത്നം അബിയുടെ നെറുകിൽ പതിയെ തലോടിക്കൊണ്ട് അവനോടായി പറഞ്ഞു. അതിന് നന്ദന വീണ്ടും രത്നത്തെ നോക്കി പുച്ഛിച്ചു. ഇത് കണ്ടതും അബി പൊട്ടിച്ചിരിച്ചുകൊണ്ട് നന്ദനയുടെ തോളിലൂടെ കൈകൾ ചേർത്ത് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. മറുകൈ കൊണ്ട് രത്നത്തിനെയും. അയ്യോ, ഞാനത് പറയാൻ വിട്ടു. അല്ല, അപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ? അച്ഛൻ നിന്നെ വിളിച്ചില്ലേ? രത്നാൽപ്പം ഞെട്ടലോട് അഭിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു.
അയ്യോ, അപ്പം അമ്മ അറിഞ്ഞില്ലേ? ഏട്ടൻ്റെ ഫോൺ കളഞ്ഞുപോയി. പിന്നെ പുതിയതെടുക്കാതെ പിശുക്കൻ വേഗം ജോലിയും തീർത്ത് നാട് പിടിക്കാൻ നോക്കി അല്ലേ ഏട്ടാ? ഒരു കുറുമ്പോടെ നന്ദന അഭിയോട് ചോദിച്ചു. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ രത്നത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതെ അമ്മ, എൻ്റെ ഫോൺ മിസ്സായി പോയി. അത് സാറില്ല, അമ്മ കാര്യം പറ. എന്തായി, വിവാഹം ഉറപ്പിച്ചോ? അത് പിന്നെ മോനെ, സൂരജ് മോനായിട്ടാ നമ്മുടെ നന്ദനമോളുടെ വിവാഹം ഉറപ്പിച്ച്. നിന്റെ അപ്പച്ചിയുടെ പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ചു. ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് അഭിയുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. തൻ്റെ അനിയത്തി ഇവിടെ തന്നെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നുള്ള സന്തോഷം അഭിയുടെ മുഖത്ത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നന്നായി. സൂര്യചേട്ടനെ കുറിച്ച് നമുക്കെല്ലാവർക്കും നല്ലോണം അറിയുന്നല്ലേ. എന്തായാലും ഇവളെ കല്യാണം കഴിച്ച സൂര്യചേട്ടൻ്റെ അവസ്ഥ ആലോചിക്കാൻ കൊണ്ട് വയ്യ. അഭി ഇടം കണ്ണാലെ നന്ദനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതെ, എന്നെ എന്തെങ്കിലും പറഞ്ഞാലേ എൻ്റെ ഭർത്താവ് പോകുന്നവനെ ഒരു IPS ഓഫീസറാ, അത് മറക്കണ്ട. വല്ല കഞ്ചാവ് കേസിലും പെടുത്ത് അകത്തിട്ട് കളയും, മനസ്സിലായല്ലോ മിസ്റ്റർ? കുരുത്തക്കേട് പറയുന്നോടി. അബിയോട് ചെവിൽ പിടിച്ച് കിഴുക്കി. ആ അമ്മ ഓടിവായോ, ഈ കാലെന്നെ കൊല്ലുന്നേ. നന്ദൻ അലറി വിളിച്ച് കാറിക്കോയി വിളിച്ചതും രത്നം ദൂരെ നിന്നും അവരോടായി വിളിച്ചു പറഞ്ഞു, ഞാൻ അവിടേക്ക് വന്ന 2:30 കിട്ടും. അബി പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. എന്ത് പിടുത്തായിട്ട് പിടിച്ച് നോക്കിയേ, എൻ്റെ ചെവിയെല്ലാം ചോന്നുപോയി. കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നന്ദന അബിയെ നോക്കി കെറിവിച്ചുകൊണ്ട് പറഞ്ഞു. അബി തന്റെ ബാഗിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ തരുന്നതിനിടയിൽ നന്ദനെ നോക്കാതെ പറഞ്ഞു, പോത്തുപോലെ വളർന്നില്ല നന്ദൂട്ടി, എന്നിട്ട് നിന്റെ ഈ കുട്ടികൾക്ക് ഒരു കുറവുമില്ല. നിന്നെ പോലെയല്ലേ മിത്ര, അവളെന്തൊരു പാവ. ഒരു നിമിഷം അബിയുടെ മനസ്സിലേക്ക് മിത്രയുടെ മുഖം തെളിഞ്ഞു വന്നു. ഈ സമയം വിദേശത്തു നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ബാഗിൽ നിന്നെടുത്ത് ബെഡിലേക്ക് വെച്ചുകൊണ്ട് തന്നെ അഭി അവളോട് പറഞ്ഞു, ആ അതേട്ട് പറഞ്ഞ ശരിയാ. അവളിപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കും വിവാഹം കഴിഞ്ഞാലും. കാരണം രുദ്രേട്ടൻ്റെ ഭാര്യയിലെ അവള്. ആ വെട്ടുപോതിനെ പേടിച്ചെന്തെങ്കിലും പ്രവർത്തിക്കുന്നു ഏട്ടനും തോന്നുന്നുണ്ടോ? ഒരു നിമിഷം പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന അത്രയും നേരം നന്ദനയുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന അഭിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞ് അവിടെ ഞെട്ടൽ പ്രകടമായി. എടുത്തു വെച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ അവിടെ വെച്ച് ഒരു പകപ്പോടെ പിന്തിരിഞ്ഞ് നന്ദനയോട് ചോദിച്ചവൻ, നീ എന്താ പറഞ്ഞേ? രുദ്രേട്ടൻ്റെ ഭാര്യയോ? ഒരു നിമിഷം അവൻ താൻ കേട്ട് തെറ്റാവണേന്ന് പോലും മനസ്സിൽ പ്രാർത്ഥിച്ചു. അതേട്ടാ, നമ്മുടെ മിത്ര ഇപ്പോൾ രുദ്രേട്ടൻ്റെ ഭാര്യയാ. അതൊക്കെ പറയാണ്ടേ കുറേയേറെ പറയാനുണ്ട്. എന്തായാലും ഞാൻ ഷോർട്ടാക്കി പറഞ്ഞുതരാം. അത് പറഞ്ഞ് മിത്രയുടെ വിവാഹം എങ്ങനെ നടന്നു എന്നും ഇപ്പോൾ തന്നെയും സൂര്യജേട്ടൻ്റെ വിവാഹത്തിനൊപ്പം ഇവരുടെ കൂടി നടത്തുന്ന കാര്യമെല്ലാം നന്ദന വ്യക്തമായി അഭിയോട് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞതും അഭി തരിച്ച് നിന്നുപോയി. അവൻ്റെ കട്ടിലിൻ്റെ ക്രോസിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു പോയി. സത്യത്തിൽ അഭിയുടെ ഇരിപ്പ് കണ്ടതും നന്ദന ഓടി വന്ന് അവനോട് ചോദിച്ചു, അയ്യോ ഏട്ടാ, എന്തുപറ്റി? ഒന്ന് ഞെട്ടിക്കൊണ്ട് അഭി അവളോട് പറഞ്ഞു, ഒന്നുമില്ല മോളെ, എനിക്കൊരു തലവേദന. ഞാൻ അല്പം സമയം കിടക്കട്ടെ, നീ കുറച്ച് കഴിഞ്ഞ് വായോ. ആ ശരി ഏട്ടാ, കിടന്നോളൂ. മുറിയുടെ വാതിൽ പുറത്തുനിന്ന് അടച്ച് നന്ദന വേഗം പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോയി. ദേവരാജൻ, അതായത് ഭൈരവന്റെ സുഹൃത്ത് കാളിയാർ മഠത്തിലേക്ക് കയറുമ്പോൾ കാണുന്ന വികർണൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. എന്താ വികർണ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താ വാലിന് തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ആ രാജമാമയോ, മാമ ഇപ്പോൾ വന്നത് നന്നായി. മാമക്കറിയോ, അച്ഛനും വല്ലാത്ത ദേഷ്യവും വിഭ്രാന്തി എന്തൊക്കെയോ. ഇത്രയും നേരം യാതൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ തൃക്കോട്ടുകോവിലത്തുള്ളവരെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ മാറ്റം. തൃക്കോട്ടുകോവിലത്തുള്ളവരെ കുറിച്ച് പറഞ്ഞപ്പോഴോ? ദേവരാജൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് വികർണനോട് ചോദിച്ചു. അതെ, അവിടെയുള്ള ആ സൂരജിന്റെ അമ്മ, എന്തായിരുന്നു അവരുടെ പേര്? ആ ലളിതകുമാരി. അവരുടെ പേര് പറഞ്ഞപ്പോഴാണ് അച്ഛന് അസ്വസ്ഥ അനുഭവപ്പെടാൻ തുടങ്ങിയത്. വികർണൻ എന്തോ ഓർത്തെന്ന പോലെ ദേവരാജനോട് പറഞ്ഞു. എന്താ പറഞ്ഞു? ലളിതകുമാരിയോ? അപ്പൊ അവളൊന്നും മരിച്ചില്ലേ? ഒരു ഞെട്ടലോടെ ദേവരാജൻ വികർണന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഇരുതോളിലുമായി കൈകൾ വെച്ച് ഉലച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അത്രയും നേരം വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് വികർണന്റെ മുഖഭാവം മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല. ദേവരാജൻ തന്റെ ശരീരത്തിൽ പിടിച്ച കൈകൾ അകറ്റി മാറ്റിക്കൊണ്ട് അയാളുടെ ഇരുകൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വികർണൻ ദേവരാജനോട് ചോദിച്ചു. പറ മാമേ, സൂരജിന്റെ അമ്മ ലളിതകുമാരി നിങ്ങൾക്ക് എങ്ങനെയാ പരിചയം? ഇപ്പം മാമയുടെ മുഖത്ത് കണ്ട അതേ പരിഭ്രമ ഞാനിപ്പോൾ അച്ഛൻ്റെ മുഖത്തും കണ്ടത്. നിങ്ങൾക്കറിയാലോ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാ കൃഷ്ണപുരത്തെ നിലവറയിലെ സ്വർണ്ണക്കിരീടം നേടിയെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. അതിനിടയിൽ നിങ്ങൾക്ക് മാത്രം രഹസ്യം വേണ്ട. എന്തായാലും എന്നോട് തുറന്നു പറ. വികർണൻ അല്പം ദേഷ്യത്തോടെ ദേവരാജനോട് പറഞ്ഞു. അത് മോനെ, പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രശ്നമല്ല, ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യം ഇത്. എന്നുവെച്ചാൽ മാമയും തെളിച്ചു പറയാമോ? പറയാം.